എല്ലാവർക്കും എം കെ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് മുറ്റത്തുള്ള ഞെരിങ്ങാപ്പുളീൻ്റെ ഒരു മരമാണ്. ഞെരിങ്ങാപ്പുളി എന്നും ഓർക്കാപ്പുളി എന്നൊക്കെ പറയും, ചിലയിടത്തൊക്കെ ഇരുമ്പമ്പുളി എന്നും പറയാറുണ്ട് അല്ലേ. ഞങ്ങളിവിടെ കൂടുതലും ഓർക്കാപ്പുളി, ഞെരിങ്ങാപ്പുളി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചെറിയ റെസിപ്പിയാണ്, ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പുളി 2 കഷ്ണമാക്കി നടു മുറിച്ചതാണ്. നടു ചീന്തിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇടുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ഇഞ്ച് ചതച്ചതും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പുളി ഇടുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളിത് മധുരമിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. നന്നായി മൂടി വെച്ച് ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 4-5 ആണി ശർക്കരയാണ് ചേർക്കുന്നത്. ഒരു 6 ആണി എടുത്തിട്ടുണ്ട്. ഇത് പുളി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം വേണമെങ്കിൽ അത്യാവശ്യം ശർക്കര ഇടണം. അപ്പോൾ അതുകൊണ്ട് 6 ആണി ശർക്കര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വരട്ടെ. അതിൽ അത് മൂടി വെച്ചിട്ടൊരു 5-8 മിനിറ്റ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം കുറച്ചും കൂടി ശർക്കര ഒക്കെ ഒന്നുകൂടി മെൽറ്റാവാണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ്. ഇത് അത്യാവശ്യം ഒരു മുഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടിയൊക്കെ ഒരു മുഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു
1.5 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലവർ എടുക്കുക. ഇതാണിപ്പോൾ ഇതിൻ്റെ പരുവം. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് ഇന്ന് വെച്ച് നാളെ കൂട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. മധുരമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ. നമ്മളിനി അടുത്തത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്.